വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. വന്ന് അത് വരയണം. വരഞ്ഞ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കറിയാമല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഒരു സ്പൂൺ മുളക് പൊടി. ഒരു സ്പൂൺ വേണ്ട, അര സ്പൂൺ മതി. അര സ്പൂൺ മുളക് പൊടി. എന്നിട്ട് അര സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിച്ചത്. കുരുമുളക് പൊടി ഇട്ടില്ല. അപ്പൊ കുരുമുളക് പൊടി എന്തിനാ ഇടുന്നത്? അത് മീൻ രുചി കിട്ടാൻ വേണ്ടി ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഇടും. മീൻ പൊടിയത്തില്ല, അപ്പൊ എരിവാകത്തുമില്ല. എരിവാകത്തുമില്ല. തേങ്ങണ്ടോ? അത് വിടണം. നല്ല മണം. നമ്മൾ തന്നെ പൊടിച്ചതാ. നമ്മുടെ വീട്ടിലെ കുരുമുളക് പറിച്ച് ഉണങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന അതാ മണം. നല്ല നാടൻ മണോ ഗൈസ്. സാലിമ എല്ലാം ഇത് മാക്സിമം ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നല്ലേ, ഇവിടുത്തെ തന്നെ സാധനങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് അത് എല്ലാം കൂടെ ജോയിക്കണം. ആ മീനും ഈ മുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഉണ്ടോ? എല്ലാം കൂടെ നല്ലതായിട്ട് ഉണ്ടോ? ഒഴിച്ച് കഴിഞ്ഞപ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മതി. ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കണം. ഇതെന്തിനാണ് വെളിച്ചെണ്ണ ഇടുന്നത്? ഇത് പെട്ടെന്ന് പിടിക്കാനായിട്ടും അതിൻ്റെ മീനൊരു രുചി കിട്ടും നമുക്ക് കൂട്ടുമ്പോൾ. ഉണ്ടോ? പിടിച്ച് ഇളക്കി ഉപ്പുണ്ടോ തൊട്ട് നോക്കണം. ഉപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് അത് ഇവിടെ ഒരു നമുക്ക് കഴിക്കാനാകുമ്പോഴോ ചൂടോടെ വറുത്ത് തിന്നാൻ. ചൂടോടെ വറുത്ത് തിന്നാൻ അവിടോട്ട് വെക്കണം. വെച്ച് വറുത്താൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ. നീ മീൻകറിയും കൂടെ ഒന്ന് തിളച്ചാ മീൻകറി കൊടുത്താൽ ഇപ്പം കറിയൊക്കെ ഏകദേശം ആയി കിട്ടുക. എല്ലായി. കോവയ്ക്ക ആയി വന്നു. കോവയ്ക്ക വെളിച്ചെണ്ണ പിന്നെ ചീച്ചടിക്കാത്ത നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് 4 വശത്തും കോവയ്ക്ക ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ എണ്ണ ഒഴുകി ഇവിടെ വന്ന് കിടക്കും കേട്ടോ. അതിന് എണ്ണ കൂട്ടാതിരിക്കാൻ പറ്റുമോ? നമുക്ക് എണ്ണ കൂട്ടായിരിക്കണം. കറിയും തിളച്ചു. കറി തിളച്ചല്ലേ? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ ലിപ്സ്റ്റിക് ഇട്ടോണ്ട് നടക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ലിപ്സ്റ്റിക് എപ്പോഴും കയ്യിൽ ലിപ്സ്റ്റിക് ആയിട്ട് നടക്കുന്നത്. മീനെടുത്ത് മൊത്തം മീൻ വറക്കുന്നില്ല. ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. വൈകിട്ടത്തേക്കിനോ നാളത്തേനോ എടുക്കാം. അരക്കിന മീനില്ലേ മുഴുവൻ മറത്ത് പോലും കാലിന്. മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ കളർ നോക്കണം ഗൈസ്. മുകളിൽ ഇങ്ങനെ എണ്ണ വന്നിട്ട് നല്ല കുടമ്പുളി എല്ലാം കൂടെ വന്ന് ചോറുണ്ണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? വെള്ളേരിയാണോ കുത്തിരിയാണോ? ചുമലേരിയുടെ ചോറ്. ചുമലേരി കുത്തിരിച്ചോറ. കറി കോവയ്ക്ക മെഴുക്ക് പുരട്ടി, മത്തി കറി വെച്ചത്, കിളിമീൻ വറുത്തത്, സാമ്പാറ്, കാച്ചിയ മോര്. ഞങ്ങൾക്കൊരു വിരുന്നുകാരുണ്ട്, ഡോണ. ഞാൻ എന്തോ ഇവിടെ ഉണ്ടോ കേട്ടോ? ശക്തി കിട്ടും. ചോറുണ്ടോ? ശക്തി കിട്ടും. എങ്ങനെയുണ്ട് മോനെ? പറ, എങ്ങനെയുണ്ട്? അപ്പോൾ കഴിച്ച് ഇതാണ് ഫുഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കോംബോ ആണ്. കാച്ചിമോരും പിന്നെ നമ്മുടെ മുളകിട്ട മീൻ കറിയും കോവയ്ക്ക നല്ല എണ്ണയിൽ മുരിഞ്ഞ് വന്ന കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കിളിമീൻ വറുത്തതും. അന്തസ്സ് ഗൈസ്. എല്ലാം കൂടെ കുഴച്ച കിളിമീനൊക്കെ വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിരുന്നു അതിൻ്റെയൊക്കെ.
നല്ല ടേസ്റ്റി ആയിരുന്നു സൽമ ഉണ്ടാക്കിയത്. എല്ലാം ഓർമ്മ ചോദിച്ചു നോക്കാം. നല്ല എരിവുണ്ട്. നീ നല്ലത് കോവയ്ക്കാം നല്ലത്. ടേസ്റ്റ് ഉണ്ടോ മോനെ? എങ്ങനെ ഉണ്ടടാ? സൂപ്പറാണോ? കഴിച്ചില്ല. സൂപ്പറാണ്. നമ്മൾ കഴിച്ചിട്ട് ഇല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്.